നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വീഡിയോകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് ബോർഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഇടയ്ക്കിടെ പറയുന്ന ഒന്നാണ് പണ ആകർഷണ മെത്തേഡുകളെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഞാൻ പണ ആകർഷണ മെത്തേഡിനെ കുറിച്ച് ഇടയ്ക്കിടെ പറയുന്നത് എന്നാൽ, ഈ പണം എന്ന് പറയുന്നത് ഒരാൾക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. നമ്മൾ വിചാരിക്കും നമുക്കിന്ന് ഒരു 50,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ചില ആവശ്യങ്ങളെല്ലാം നിറവേറ്റാമെന്ന്. പക്ഷെ നമുക്ക് എല്ലാ ആവശ്യങ്ങളെയും ഈ 50,000 രൂപ കൊണ്ട് നിറവേറ്റുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് 50,000 അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ 50,000 രൂപ കിട്ടി, പക്ഷെ അടുത്ത മാസത്തേക്ക് നമുക്ക് വീണ്ടും ആവശ്യമായി വരുന്ന ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള മെത്തേഡുകളും ടെക്നിക്കുകളും ഈ പണത്തെ വശ്യം ചെയ്യുവാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഈ മെത്തേഡുകളെല്ലാം ട്രൈ ചെയ്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ഒരു വാക്ക് ഞാൻ ഇവിടെ അവകാശപ്പെടുന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് ലഭിക്കുക, പാഴ്ചിലവുകൾ കുറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പണവരവ് വരിക. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ബിസിനസ് ചെയ്താൽ എൻ്റെ ജീവിതം മാറി മറിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അതിന് വേണ്ട മുതൽ മുടക്കിന് വേണ്ടിയുള്ള പണം നമുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ അതിനുവേണ്ടി നമ്മൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് ഇതുവരെയും ക്ലിയറൻസ് ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് പെട്ടെന്ന് ആ വഴികളിൽ നിന്നെല്ലാം പണം വന്നു ചേരും. ആ പണം മുഖാന്തരം നിങ്ങളൊരു ബിസിനസ് തുടങ്ങും. ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അത് മുഖാന്തരം പണം നിങ്ങൾക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള വഴികളിലൂടെ പണം നമ്മളെ വന്നു ചേരും. അതല്ലാതെ വെറുതെ സ്വിച്ച് ബോർഡുകളും ഏഞ്ചൽ നമ്പറുകളും മന്ത്രവാക്കുകളും പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നമ്മളെ തേടി 1 രൂപ പോലും വന്നു ചേരുകയില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമ്മളെ തേടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ തേടി പണം വരുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ മെത്തേഡ് പറയുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡായതിനാൽ ആർക്കു വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം മാത്രം ചെയ്താൽ മതിയാകുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഈ നമ്പർ, ഞാൻ ഇവിടെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പണ ആകർഷണ നമ്പർ, നിങ്ങൾ ദിവസവും വെറും 2 മിനിറ്റ് ആ നമ്പരെ നോക്കി നമുക്ക് ആവശ്യമായ തുക മനസ്സിൽ കരുതുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് ദിവസവും നമുക്ക് ചെയ്യാം. അതായത് ഒരു ദിവസത്തിൽ നമുക്കൊരു 1000 രൂപ വേണം, 500 രൂപ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം രാവിലെ നമുക്ക് ഈ മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫലം കിട്ടിയ ഒരു മെത്തേഡാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഏത് ദിവസം ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊന്നും കണക്കില്ല. എപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ വന്നു ചേരുന്നുവോ ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പ്രധാനമായും പണത്തെ ആകർഷിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ ഞാൻ ഇവിടെ പറയുന്ന നമ്പർ നമ്മൾ ഒരു പേപ്പറിലാണ് എഴുതേണ്ടത്. പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കാവുന്നതാണ്. കാരണം ചാർട്ട് പേപ്പർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ അത് വെറുതെ എഴുതി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഒരൊറ്റ ദിവസം എഴുതിയാൽ മാത്രം മതി. അതുകൊണ്ട് ചാർട്ട് പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് കേടാവില്ല. അതേസമയത്ത് A4 ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ദിവസവും നമ്മളിത് എടുക്കുമ്പോൾ ഒന്ന് കശങ്ങിയ രൂപേണയാകും. അതുകൊണ്ടാണ് ചാർട്ട് പേപ്പർ എടുക്കാം. ഇനി ചാർട്ട് പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് A4 ഷീറ്റ് എടുക്കാവുന്നതാണ്. വെള്ള നിറത്തിലുള്ള അൺറൂൾഡ് പേപ്പറാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള നമുക്ക് ചാർട്ട് പേപ്പർ ആയാലും മതി. ഇതിൽ ഏതെങ്കിലും എടുത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് ഇതിൽ എഴുതുന്ന നമ്പർ എഴുതുവാനായിട്ട് നമുക്ക് ഏത് നിറമുള്ള മഷി ഉപയോഗിക്കണം? ചുവപ്പ്, കറുപ്പ് എന്നിവ ഒഴിവാക്കി കഴിവതും പച്ച നിറം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ്. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മൾ ആദ്യം വേറൊന്നും ചെയ്യേണ്ട, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, അതായത് എപ്പോഴാണോ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ വന്നു ചേരുന്നത് ആ ദിവസം രാത്രി തന്നെ ഇത് എഴുതി വയ്ക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ ചാർട്ട് പേപ്പറുടെ കഷ്ണത്തിൽ ഈ നമ്പർ നമുക്ക് തെളിവായിട്ട് എഴുതാം. അതായത് കൃത്യമായിട്ട് നമുക്കത് കണ്ടാൽ മനസ്സിലാകുന്ന രൂപേണ കുറച്ച് വലുതായിട്ട് തന്നെ എഴുതാവുന്നതാണ്. ആ നമ്പർ ഇതാണ്: 20558815 20 55 88 15. ഈ നമ്പറാണ് നമ്മൾ
നമ്മുടെ കയ്യിലുള്ള A4 ഷീറ്റിലോ അല്ലെങ്കിൽ ആ ചെറിയ ഒരു പേപ്പർ കഷ്ണത്തിലോ എഴുതേണ്ടത്. ഇനി നമ്മൾ ദിവസവും രാവിലെ ഉണർന്ന ഉടനെ തന്നെ ആ പേപ്പർ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസത്തിൽ എത്ര രൂപ ആവശ്യമായി വരും, നമുക്കൊരു ഏകദേശം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ദിവസത്തിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള തുക ഇത്ര രൂപയുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ വാടക കൊടുക്കാനുള്ള തുക ഇത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ചിട്ടിക്കാശോ അല്ലെങ്കിൽ കുറിക്കാശോ, ഇനി പണയപ്പെടുത്തിയ സ്വർണത്തിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള തുകയോ, അങ്ങനെ അല്ലെങ്കിൽ ട്രാവൽ എക്സ്പെൻസോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു തുക നമുക്ക് എത്ര രൂപ നമുക്കിന്ന് എസ്റ്റിമേറ്റ് ആയിട്ട് ആവശ്യം വരുമോ ആ തുക മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പേപ്പറിനെ ഒരു 2 മിനിറ്റ് നോക്കുക. നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് വരുന്നത് പോലെ നമ്മൾ സങ്കല്പിക്കുക. ആ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ ഒരു 2 മിനിറ്റ് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുവാനിരിക്കുന്നത് അതുപോലെ ഇരുന്നു കൊണ്ട് ഈ പേപ്പറിനെ നോക്കി എനിക്ക് ആവശ്യമായ എത്ര രൂപയാണോ ആ തുക എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ നമ്പറിനെ നോക്കിക്കൊണ്ട് വേണം നമ്മളത് പറയുവാനായിട്ട്. അത് ചെയ്താലും പെട്ടെന്ന് ഫലം ലഭിക്കും. ഇനി സമയം കിട്ടാത്തവരാണെങ്കിൽ വെറും 2 മിനിറ്റോ 3 മിനിറ്റോ ഇത് നോക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമായ തുക കിട്ടിയതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കാവുന്നതാണ്. എത്ര ദിവസം ചെയ്യണമെന്നൊന്നും കണക്കില്ല. നമുക്ക് എപ്പോഴെല്ലാം പണം ആവശ്യമുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം ചെയ്യാം. ഇനി അഥവാ ദിവസവും ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കിത് ദിവസവും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇടയ്ക്ക് പറയുവാൻ ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ വേറെ സ്വിച്ച് വേർഡ് ചൊല്ലുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുന്നുണ്ട്, എനിക്കിത് ട്രൈ ചെയ്യാമോ? തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ട്രൈ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തും. ആദ്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചെറിയ തുക നിങ്ങൾ ഈ നമ്പർ നോക്കി ആവശ്യപ്പെട്ട് നോക്കുക. തീർച്ചയായിട്ടും ചെറിയ തുക ഒരു 500 മുതൽ 1000 രൂപ വരെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ തുക നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. ഞാൻ ഈ നമ്പർ നോക്കി എനിക്കിത് തുക കിട്ടി എന്ന് നമുക്ക് തന്നെ വിശ്വാസം വരും. അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചെറിയ ചെറിയ തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ നമ്പറിലൂടെ നമുക്ക് ഒരുപാട് തുകകളെ നമ്മളിലേക്ക് വശീകരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ബാഗുകളിൽ വയ്ക്കാം. ഇനി ഒരു ദിവസത്തെ ഒരു പ്രാവശ്യം മാത്രമോ ഈ നമ്പർ നോക്കി നമുക്ക് ഈ പണത്തെ ആകർഷിക്കുവാനുള്ള ആ ഒരു മെത്തേഡ് ചെയ്യേണ്ടതുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ എപ്പോഴെല്ലാം നമ്മുടെ പേഴ്സുകൾ ഓപ്പൺ ചെയ്യുന്നുവോ ആ സമയത്തൊക്കെ നമുക്ക് ഈ നമ്പറുകൾ നോക്കാം. ഇടയ്ക്കിടെ നോക്കിയാലും ഒരു തെറ്റും തന്നെയില്ല. നമുക്ക് ഇടയ്ക്കിടെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ഇന്നു തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ എന്നൊന്നും പറയാതെ ഇത് വളരെ ചെറിയ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ ആവശ്യമായ പണത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, ന്യായമായ പണത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പല നമ്പറുകൾ നമുക്കറിയാം. മണി മാനിഫെസ്റ്റേഷന് വേണ്ടി ഒരുപാട് നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ വെറുതെ എഴുതി വെച്ചാൽ മാത്രം മതി. നമ്മൾ ആവശ്യപ്പെട്ട തുകകൾ എത്ര രൂപയാണെങ്കിലും നമുക്ക് അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ട്, ദൃഷ്ടിദോഷങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള ബ്രേസ്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ കരിങ്കാളി മാല, കരിങ്കാളി ബ്രേസ്ലെറ്റ്, അതുപോലെ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, അതുമാത്രമല്ല നമ്മുടെ 7 ചക്ര ബ്രേസ്ലെറ്റ് എന്നിവയെല്ലാം അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓരോ ഷോർട്സ് വീഡിയോയിലൂടെ അതിൻ്റെ ചിത്രങ്ങൾ രൂപേണ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.